വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഗൈസ്. അപ്പോ ഏത് സോങ് ആണെന്ന് അറിയണ്ടേ? ഗിര 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 ഗിങ്കിരാഗിരേ, ആ ഒരു സോങ്ങിന്റെ ട്യൂട്ടോറിയൽ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇപ്പൊ കറന്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ്ങും കൂടെയാണ്. അപ്പോൾ ഈ ഒരു സോങ് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് ഓൾറെഡി എനിക്ക് ട്യൂട്ടോറിയൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ കമന്റ്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്തായാലും ട്യൂട്ടോറിയൽ ചെയ്യണമെന്ന്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ പഠിക്കാം. സോ ബിഫോർ ദാറ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് ട്യൂട്ടോറിയൽ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈഡ് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ കാണുന്നത് അങ്ങനെ തന്നെ കാണുക. അതായത് ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ്, ഇതാണ് നിങ്ങളുടെ റൈറ്റ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇതിലെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗിര 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 ഗിരാഗിരേ, ഇങ്ങനെയാണ് ഈ ഒരു സോങ് തുടങ്ങുന്നത്. അപ്പൊ ഫസ്റ്റ് സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ധാവണിയാണ് ഉടുത്തത്. അപ്പൊ അതുപോലത്തെ കോസ്റ്റ്യൂം ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ രസം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ സ്കേർട്ട് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് 1 2 3 4, അതായത് ആദ്യം റൈറ്റ് ലെഫ്റ്റ്, എന്നിട്ട് ചെയ്യുമ്പോൾ ടോയില് വരിക, ലെഗ് റൈറ്റ് ലെഗ് ടോയില് വരിക, ആൻഡ് റൈറ്റ് ഷോൾഡർ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക, ഡൗൺ ചെയ്യുക. ഓക്കെ, അതായത് ഈ ഫ്രണ്ടിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുക, ബാക്കിലേക്ക് പോവുക, ഡൗൺ ചെയ്യുക. ദെൻ അഗെയിൻ ലെഫ്റ്റ് ഷോൾഡർ ലിഫ്റ്റ് ചെയ്യുക, ബാക്കിലേക്ക് വരുമ്പോൾ ഡൗൺ ചെയ്യുക. ആൻഡ് ടോ ലാൻഡ്, ടോ ലാൻഡ്, ടോ ലാൻഡ്. ഓക്കെ, അത് 4 ടൈംസ് ചെയ്യുക സോങ് തുടങ്ങുന്നതിന് മുന്നേ. അതായത് ആ സമയത്താണ് ഞാനിത് ചെയ്തത്. 5 6 7 ഗോ, 1 2 3 4. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത് വരുന്നത്? ഗിര 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 ഗിരാഗിരേ, അത് വരുന്നത്. സോ അതിന് ഫസ്റ്റ് നമ്മുടെ പൊസിഷൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൈ ജസ്റ്റ് മടക്കി പിടിച്ചിട്ട് നേരെ നീട്ടി വെക്കാം, ലെഫ്റ്റ് ഹാൻഡ്. ആൻഡ് റൈറ്റ് ഹാൻഡ് വന്നിട്ട് മേലേക്ക് ലിഫ്റ്റ് ചെയ്യുക ആൻഡ് ജസ്റ്റ് കറക്കുക. ഓക്കെ, ഗിര 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 ഒരു 3 ടൈംസ് റോൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഗിങ്കിരാഗിരേ. സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാം. അതായത് ഹാൻഡ് മൂവ്മെന്റ്സ് എനിക്ക് തോന്നുന്നു വലിയ എന്താ പറയുക, വലിയ അങ്ങനെ ഡിഫിക്കൾട്ട് ആയിട്ടൊന്നല്ല. ഇതൊരു സിമ്പിളാണ്, സിമ്പിൾ കൊറിയോ തന്നെയാണ്. ലെഫ്റ്റ് ഹാൻഡ് താത്തി പിടിക്കാം, അതായത് നേരെ വയ്ക്കുക, എന്നിട്ട് നേരെ നമ്മുടെ ഒരു ചെസ്റ്റ് ലെവലിൽ പിടിക്കുക. ഈ കൈ ചൂണ്ടുവിരൽ നീട്ടിപ്പിടിച്ചിട്ട് ചുണ്ടുവിരൽ നീട്ടിപ്പിടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ റോൾ ചെയ്യുക. 1 2 3 4. ഇതാണ് ഹാൻഡ് മൂവ്മെന്റ്സ്. ഇനി ലെഗ് മൂവ്മെന്റ്സ് ചെറിയൊരു കൺഫ്യൂസിങ് ആണ്. ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആക്ട്രസ് കളിക്കുന്നതിന്റെ ഫുൾ ഫിഗർ നമുക്ക് കാണാൻ പറ്റില്ല. അതൊരു മിഡ് ആയിട്ടാണ് അതിന്റെ ക്യാമറ മൂവ്മെന്റ്സ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആസ് ഓഫ് നൗ മൈ അണ്ടർസ്റ്റാൻഡിങ്, ഐ തിങ്ക് ലൈക്ക് ഞാൻ ചെയ്തതും ഇങ്ങനെ 1 2 3. ഓക്കെ, അതായത് നമ്മൾ റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്ത് ക്രോസ് വയ്ക്കുക. ഓക്കെ, എന്താണ്? റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റ് ലെഗിന്റെ ക്രോസ് വെക്കുക. ഈ സമയത്ത് തന്നെ ടാപ്പ്, ലെഫ്റ്റ് ലെഗ് എന്ത് ചെയ്യുക? ടാപ്പ് ചെയ്യാം. ഓക്കെ, ടാപ്പ് ലിഫ്റ്റ്, ടാപ്പ് ലിഫ്റ്റ്, ടാപ്പ് ലിഫ്റ്റ്. ഇങ്ങനെയാണ് മൂവ് ചെയ്ത് പോകുന്നത്. ഒരുപാട് ലിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കര സർട്ടിലായിട്ടാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഞാനിത് ഷൂട്ട് ചെയ്ത സമയത്ത് അവിടെ ഭയങ്കര പുല്ലായിരുന്നു. അപ്പം എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാല് ഭയങ്കര പിടുത്തമായതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഒറിജിനൽ വീഡിയോ നിങ്ങൾ അതേപടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇൻ എ വെരി സർട്ടിൽ മാനർ, ലൈക്ക് 1 2 3. ഓക്കെ, ജസ്റ്റ് എടുത്ത് ലിഫ്റ്റ് ചെയ്ത് സൈഡിലേക്ക് വെക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹാൻഡ് മൂവ്മെന്റ് പഠിച്ചല്ലോ. ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് പോവാം. ഈ റോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ലെഗ് മൂവ്മെന്റും ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് എങ്ങനെയാണ്? ഗിര 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 ഗിങ്കിരാഗിരേ. ഓക്കെ, അപ്പൊ നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, യെസ്, അതായത് നോക്കിക്കോ, 1 2 3. റൈറ്റ് നിൽക്കുന്ന നമ്മൾ, അതായത് നമ്മളൊരു സെൻട്രൽ പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് പോവുക. ഓക്കെ, ആ മൂവ് ചെയ്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വരാം. എങ്ങോട്ടേക്ക്? റൈറ്റിലേക്ക് മൂവ് ചെയ്ത് വരാം. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ അപ്പൊ സ്റ്റെപ്പ് ചെയ്ത് നോക്കിയാലോ? 5 6 7 ഗോ, ഗിര 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 ഗിങ്കിരാഗിരേ. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് നമ്മള് ലെഗ് എടുത്ത് ഇങ്ങനെ വെക്കാം. അതായത് നമ്മൾ ലെഗ് ക്രോസ് അല്ലേ നിൽക്കുന്നത്. ഈ ക്രോസ് ലെഗ് എടുത്ത് ലിഫ്റ്റ് ചെയ്ത് നമ്മൾ
നേരെ റൈറ്റ് ലെഗിന്റെ പൊസിഷനിൽ വരാം. നമ്മൾ ഈ റൈറ്റ് ലെഗ് ക്രോസ് അല്ലേ നിൽക്കുന്നത്, ഈ ക്രോസ് ചെയ്ത ലെഗ് നമ്മൾ നേരെ ലിഫ്റ്റ് ചെയ്ത് റൈറ്റിലേക്ക് കുത്തുക. ഓക്കെ, ആൻഡ് ഈ സമയത്ത് നമ്മുടെ കൈ ഇവിടെ അല്ലേ ഇരിക്കുന്നത്, ഈ കൈ എടുത്ത് ഇങ്ങനെയാ ഒന്ന് വീശിയിട്ട് ഹിപ്പിലേക്ക് വയ്ക്കാം. ഓക്കെ, ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് വൈഡ് ചെയ്തും പിടിക്കാം. ഓക്കെ, സോ എങ്ങനെയാണ് ഇവിടെ നോട്ടിക്കുക, 5 6 7 ഗോ, ഗിര 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 ഗിരേ സര സര സര. ഓക്കെ, സര 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 1 2 3 4. ഓക്കെ, ആ മൂവ്മെന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത് ടാപ്പ് ചെയ്യുക, അതായത് റൈറ്റ് ലെഗ് ടാപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലെഗ് വൈഡ് ചെയ്യുക. എങ്ങോട്ടേക്ക്? ലെഫ്റ്റ് സൈഡിലേക്ക്. ഓക്കെ, നോക്കിയേ, ടാപ്പ് ടാപ്പ്, ഒന്നുകൂടി ചെയ്യാം, ടാപ്പ് വൈഡ് ടാപ്പ് വൈഡ് ടാപ്പ് വൈഡ്. ടാപ്പ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ ലെഫ്റ്റ് ലെഗ് വൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൽ നമ്മുടെ അപ്പർ ബോഡി മൂവ്മെന്റും കൂടെ വരുന്നുണ്ട്, അതായത് നമ്മുടെ ഷോൾഡർ ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, 1 2 3 4. ഓക്കെ, ലൈക്ക് നമ്മുടെ ഷോൾഡർ ആണ് മൂവ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ റൈറ്റ് ഷോൾഡർ. ഓക്കെ, റൈറ്റ് ഷോൾഡർ 1 2 3 4. ഓക്കെ, ചെയ്തപ്പോൾ നോക്കിക്കോ, 5 6 7 ഗോ, 1 2 3 4. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ചെയ്താലോ, 5 6 7 ഗോ, ഗിര 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 ഗിരേ സര 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 കൊങ്കിര ഗിരേ. ഓക്കെ, 1 2 3 4. അതിനുശേഷം നമ്മളിങ്ങനെ താഴേക്ക് ബെൻഡ് ചെയ്ത് മേലേക്ക് വരിക. ഓക്കെ, 1 2. ഹാൻഡ് ഫസ്റ്റ്, റൈറ്റ് ഹാൻഡ് ഡൗൺ ചെയ്യുക, ദെൻ എണീക്കുമ്പോൾ ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഡൗൺ ലിഫ്റ്റ്. ആൻഡ് ഇത് ചെയ്യുന്ന സമയത്ത് ലെഗ് നോക്കിക്കോ, അപ്പ് ചെയ്യുക. ഓക്കെ, റൈറ്റ് ലെഗ് അപ്പ് ചെയ്യുക. ഓക്കെ, 1 2 3 4 5 6. നമ്മൾ എന്താ ചെയ്യുന്നത്, 1 2 3. ഒന്ന് തിരിഞ്ഞു വന്നു, എങ്ങോട്ടേക്ക്? ലെഫ്റ്റ് സൈഡിലേക്കൂടെ നമ്മൾ തിരിഞ്ഞ് ഒരു റൊട്ടേഷൻ ചെയ്തു വന്നു. ഓക്കെ, അത് ഒന്ന് കുത്താതെ, ഒരു കാല് കുത്താതെ, അതായത് റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് 1 2 3 4. ഓക്കെ, സമയത്ത് ഹാൻഡ് മൂവ്മെന്റ് നോക്കിക്കോ, 1 2 3 4. ഓക്കെ, യെസ്, കാണിച്ചു. 5 6 7 ഗോ, ഗിര 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 ഗിരേ സര 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 നന്നനാനനേ നന്നനാനന. ഓക്കെ, അപ്പോൾ നമ്മൾ കറങ്ങി ഇവിടെ വരെ എത്തി. ഓക്കെ, ഇനി വരുന്ന സ്റ്റെപ്പ്, അത് കൺഫ്യൂഷൻ ഒന്നുമില്ല, പക്ഷെ എനിക്ക് ക്ലാരിറ്റി വരുത്താനുണ്ട്. അതെന്ന് വെച്ചാൽ സ്ലൈഡ് ചെയ്യുക. ഫസ്റ്റ് സ്ലൈഡ് ചെയ്യുക, സ്റ്റെപ്പ് വയ്ക്കുക, സ്ലൈഡ് ചെയ്യുക, സ്റ്റെപ്പ് വയ്ക്കുക, സ്ലൈഡ് ചെയ്യുക, സ്റ്റെപ്പ് വയ്ക്കുക. ഓക്കെ, 1 2 3 4 5 6. ഓക്കെ, 3 മതി, കാരണം 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഗിര സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ഇത് ചെയ്യുമ്പോൾ ഹാൻഡ് മൂവ്മെന്റ് നോക്കിക്കോ, 1 2 3. എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ വന്നപ്പോൾ ക്ലാപ്പ് ചെയ്തു, റൈറ്റിലേക്ക് ബോഡി ടേൺ ചെയ്തു, 2 ഹാൻഡും, അതായത് ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ടിലേക്ക് വൈഡ് ചെയ്തു, റൈറ്റ് ഹാൻഡ് ബാക്കിലേക്ക് വൈഡ് ചെയ്തു. അഗെയിൻ ക്ലാപ്പ് ചെയ്തു, നമ്മൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലും വന്നു, റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിലും വന്നു. അഗെയിൻ 1 more time. ഓക്കെ, അതായത് 1 2 3. ഓക്കെ, ഇനി നമ്മൾ ലെഗും ഹാൻഡും ഒരുമിച്ച് എടുക്കുമ്പോൾ 1 2 3 ഗിര ഗിര ഗിര. ഓക്കെ, ജസ്റ്റ് സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തുക, സ്ലൈഡ് ചെയ്തിട്ട് വെക്കുക, സ്ലൈഡ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, ഒന്ന് സ്ലോ ചെയ്ത് കണ്ടു നോക്കിയാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. ഓക്കെ, നമുക്ക് അത്ര ഒന്ന് ചെയ്താലോ, 5 6 7 ഗോ, ഗിര 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 ഗിരേ സര 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 നന്നനാനനേ നനനനനനനനനനേ നനനനനനനനനന ഗിര ഗിര ഗിര. അഗെയിൻ ഗിര ഗിര റിപ്പീറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെയല്ലേ ചെയ്തത്, ഇത് നമ്മളിത് കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് നമ്മുടെ റൈറ്റിലേക്കാണ് ഇത് ഫിനിഷ് ചെയ്ത് നിൽക്കണേ അല്ലേ, അത് ഉടനെ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗിര ഗിര ഗിര. ഓക്കെ, ഇതിന് പകരം ഈ റൈറ്റ് ഉള്ള ബോഡീനെ
പയ്യെ ടേൺ ചെയ്ത് സ്ട്രെയിറ്റ് കൊണ്ടുവരാം. ഗിര ഗിര ഗിര. ഓക്കെ, അഗെയിൻ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഗിങ്കിരാഗിരേ. ഓക്കെ, അങ്ങനെ നമ്മൾ കറക്കി കറക്കി ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടെ ചെയ്യുക. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പിന് സെക്കൻഡ് സ്റ്റെപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷെ ലെഗ് മൂവ്മെന്റ് സെയിം തന്നെയാണ്. നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എടുത്തത് ഇവിടുന്ന് ഹിപ്പിൽ വെച്ച് ഇങ്ങനെയാണല്ലേ നമ്മൾ ആദ്യം മൂവ് ചെയ്തത്. സെയിം സ്റ്റെപ്പ് തന്നെയാണ്, പക്ഷെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന് ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട്. അതായത് ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ ലൈക്ക് ഒരു കിളി ഇങ്ങനെ കൊത്തുന്ന പോലത്തെ ഒരു ഹാൻഡ് ഗസ്റ്റർ ചെയ്യാം. ഓക്കെ, സര സര സര. ഓക്കെ, നമ്മളിത് ചെയ്തു. സര 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 നന്നനാനന. ഓക്കെ, സെയിം ലെഗ് മൂവ്മെന്റ് തന്നെയാണ്. അതായത് ടാപ്പ് ചെയ്ത് ലെഫ്റ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യാം. 1 2 3. ഓക്കെ, ടാപ്പ് ചെയ്യുന്നതിന്റെ കൂടെ ലെഫ്റ്റിലേക്ക് വൈഡ് ചെയ്യാം. സ്റ്റെപ്സ് ഒക്കെ സിമിലർ തന്നെയാണ്, ജസ്റ്റ് ഹാൻഡ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതായത് റൈറ്റ് എടുത്ത് ഹിപ്പിൽ വെച്ചു, ലെഫ്റ്റ് ഹാൻഡ് 1 2 3 4. ഓക്കെ, കിട്ടി. ഇനി അടുത്തത് അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് ഏതായിരുന്നു? തിരിഞ്ഞു വരാം അല്ലെ. അതിനൊരു ചെറിയ വേരിയേഷൻ എന്ന് പറയണത് നമ്മൾ കിളിയുടെ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. അതായത് നോക്കിക്കോ, 1 2 3. അതായത് റൈറ്റിൽ നിന്നുള്ള ബോഡി പയ്യെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ടേൺ ചെയ്ത് വരാം. 1 2 3 4. ഓക്കെ, മൊത്തത്തിലേക്ക് ലെഫ്റ്റ് ചെയ്യേണ്ട, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡയഗണൽ, അങ്ങനത്തെ ഒരു മൂവ്മെന്റിലേക്ക് വരാം. 5 6 7 ഗോ. 1 2 3 4. Then 1 2 3 4. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ലെഗ് മൂവ്മെന്റ് ഇല്ല, ഓൺലി ഹാൻഡ് മൂവ്മെന്റ് ആണ്. ബോഡി ടേൺ ചെയ്യൽ മാത്രമേ ഉള്ളൂ. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് വെച്ചു ജോയിൻ ചെയ്തു, ലെഫ്റ്റ് വൈഡ് ചെയ്തു ജോയിൻ ചെയ്തു, എഗെയിൻ റൈറ്റ് വെച്ച് ജോയിൻ ചെയ്തു, ലെഫ്റ്റ് വെച്ച് ജോയിൻ ചെയ്തു. ഓക്കെ, ആൻഡ് ഇതിന്റെ ഹാൻഡ് മൂവ്മെന്റ് ലൈക്ക് ബേർഡിന്റെ ഫെദർ ആയിട്ടുള്ള ഫെദേഴ്സും കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന മൂവ്മെന്റ് അല്ലേ, സെയിം കൈൻഡ് ഓഫ് ദാറ്റ്. ലൈക്ക് 1 2 3 4. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1 2 3 4 5 6 7 8. 4 ടൈംസ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഈ ഒരു മൂവ്മെന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് നമ്മൾ നേരത്തെ ലാസ്റ്റ് അതിന്റെ ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതാണ്. പക്ഷെ ഇവിടുത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത് വന്നതിന് ശേഷം നമ്മുടെ വള. ഓക്കെ, അതായത് 1 2 3 4. ഹാൻഡ്സ് തമ്മിൽ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടുക. ഓക്കെ, ആൻഡ് അത് നമ്മൾ ലെഫ്റ്റിലേക്കാണ് മൂവ്മെന്റ് ചെയ്യണത്. ഓക്കെ, സ്റ്റെപ്പ് ജോയിൻ, സ്റ്റെപ്പ് ജോയിൻ, സ്റ്റെപ്പ് ജോയിൻ. ഓക്കെ, അതായത് 5 6 7 ഗോ. 1 2 3 4. അപ്പൊ ഗൈസ്, നമുക്ക് ഈ റീൽ ഇത്രയും പഠിച്ചത് ഒന്ന് ചെയ്ത് നോക്കിയാലോ? 5 6 7 ഗോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആ ഗിരഗിരയുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പോർഷന്റെ ട്യൂട്ടോറിയൽ. അപ്പോൾ എല്ലാവരും പോയിട്ടത് ട്രൈ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് സോങ്ങിന്റെ ട്യൂട്ടോറിയൽ ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ചെയ്യുക ഗൈസ്. ശരി, വേഗം തന്നെ അത് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ ഈ ഒരു ട്യൂട്ടോറിയൽ പഠിച്ചിട്ടാണ് റീൽ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ടു മെൻഷൻ ഇൻ യുവർ റീൽസ്. ഓക്കെ, ഞാൻ എന്തായാലും ഇത് റീപോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് എല്ലാവരും വേഗം ചെയ്യാം കേട്ടോ. ടാറ്റാ.